പോലീസ് സ്റ്റേഷനിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ കൈക്ക് പരിക്കേറ്റ മുണ്ടൂർ സത്രങ്കാവ് സ്വദേശി മണ്ണാർക്കാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി. അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് മുണ്ടൂർ സത്രങ്കാവ് സ്വദേശി മുണ്ടക്കോട്ട് വീട്ടിൽ ശശികുമാറിനെയും മകൻ സിനുവിനെയും ആഗസ്റ്റ് 19 കോങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തതായാണ് സിനു മണ്ണാർക്കാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. ചുമരിനോട് ചേർത്ത് നിർത്തി കൈ പിടിച്ചു തിരിച്ചു. കൈക്ക് ചതവുണ്ടെന്ന് സിനു പറഞ്ഞു. നട്ടെല്ല് ചവിട്ടിയൊടിക്കും, ഇഴഞ്ഞേ നീ പോകൂ, ചെവിക്കല്ല് തല്ലിപ്പൊട്ടിക്കുമെന്നും കോങ്ങാട് സ്റ്റേഷൻ എന്താണെന്ന് നിനക്കറിയില്ല എന്നും യൂണിഫോമിൽ അല്ലാതെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം എന്നത് സിനു പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ അച്ഛനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയായി ബന്ധപ്പെട്ട് കോങ്ങാട് സ്റ്റേഷനിലേക്ക് പോയതാണ്. ഒരു അതിർത്തി തർക്കത്തിന്റെ പേരിലാണ് വിളിച്ചു വരുത്തിയത്. അത് സാറ് ഒരു യൂണിഫോം പോലും ഇല്ലാത്ത ഒരു പോലീസുകാരനാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾ പറയുന്നത് പോലും കേൾക്കാതെ പരാതിക്കാരന്റെ അച്ഛനെയും വേറുള്ള ആൾക്കും വിളിച്ച് ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഗുണ്ടായിസം കാണിക്കാനോ അവർക്കെതിരായിട്ട് ഒന്നും പോലും പറഞ്ഞില്ല. തെറ്റ് മാത്രമേ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടാൾ കൂടിയിട്ടാണ് പോയത്. സാർ എന്നിട്ട് ഒരുപാട് തവണ അവരുടെ മുമ്പിൽ തന്നെ തെറി പറയുകയെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് അച്ഛനെതിരെ കേസെടുക്കും, അവർക്കെതിരായി നിന്ന് കഴിഞ്ഞാൽ അച്ഛനെതിരെ കേസെടുക്കുന്ന എന്റെ മുമ്പിൽ വെച്ച് സാറ് ഭീഷണിപ്പെടുത്തി. അന്ന് ശരി, ഞങ്ങൾ ഇനി വക്കീൽ മുഖാന്തരം പോവാന്നുള്ള രീതിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരാൻ നിൽക്കുമ്പോഴാണ് സാറ് പിന്നീട് തിരിച്ചു വിളിച്ച് എന്നെ ക്യാമറേന്റെ മുമ്പിൽ നിന്ന് മാറ്റി കോറിഡോറിന്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പോണ വഴിക്ക് തന്നെ കേൾക്കാൻ പറ്റാത്ത രീതിക്കുള്ള തെറിയാണ് സാറ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ ചുമരയ്ക്ക് പിടിച്ച് ചേർത്ത് നിർത്തി കൈ പിടിച്ച് തിരിച്ച് ആള് ഒരുപാട് തവണ തെറി വിളിച്ച് നിന്റെ നട്ടല് ചവിട്ടി ഓടിക്കും, നീ കഴിഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോവുള്ളൂ എന്നടക്കം സാർ എന്നോട് പറഞ്ഞു. ചെവിക്കല്ല് തല്ലിപ്പൊട്ടിക്കും, നിനക്ക് കോങ്ങാട് സ്റ്റേഷൻ എന്താണെന്ന് അറിയില്ല, അവിടുത്തെ പോലീസുകാരെ നിനക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സാർ ഒരുപാട് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഇനി ഇതിന്റെ പേരിൽ ഇതാക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സാറ് നല്ല ചീത്ത പറയുകയും ചെയ്തു. എന്നിട്ടാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടത്. ഗുണ്ടായിസം കാണിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. നമ്മുടെ കാര്യം പറയാൻ കൂടി ആ സാർ ഒരു സാവകാശം കാണിച്ചില്ല എന്നാണ് സത്യം. അവരുടെ ഭാഗം മാത്രം കേട്ട് നമുക്കെതിരായിട്ട് സാറ് നിന്നിട്ട് എല്ലാം പറയും, അച്ഛനെ ഭീഷണിപ്പെടുത്തും, എല്ലാം ചെയ്യാനുണ്ടായത്. പരിക്ക് പറ്റിയിട്ടുള്ള പറഞ്ഞാൽ സാറ് കൈ പിടിച്ച് തിരിച്ച് കൈയിന്റെ ഇവിടെ നീരും ഉണ്ട്, ചതവും ഉണ്ട്. ഇന്നലെ രാത്രി ഡോക്ടറിനെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എക്സ്റേക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. എക്സ്റേ എടുത്തിട്ടുണ്ട്, അതിന്റെ ബില്ല്, മരുന്ന് മേടിച്ച ലിസ്റ്റ് എല്ലാം ഉണ്ട്. എന്നിട്ട് ഇന്ന് ഡിവൈഎസ്പി ഓഫീസിൽ കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന്റെ കോപ്പിയാണ് ഇത്. സാറ് അന്വേഷിക്കുക, നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നത്. സാർ അന്വേഷിക്കുക എന്നുള്ളത് സാർ പറഞ്ഞിട്ടുണ്ട്, നോക്കിയിട്ട് വിളിപ്പിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലല്ല, ഒരിക്കലും സമ്മതിക്കാത്ത പ്രശ്നമില്ല. അവരോട് മതില് കെട്ടുന്നതിന് കെട്ടണ്ടാന്നോ അല്ലാതെ അവരെ തടയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അളന്നിട്ട് അവരുടെ സ്ഥലത്ത് അവർ കെട്ടിക്കോട്ടെ എന്ന് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അവരിപ്പോഴും വഴി കൂടെ നാട്ടിൽ കൂടെ ഒക്കെ പറഞ്ഞാൽ നമ്മൾ സ്ഥലം എടുത്തു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പേരുദോഷം നമുക്ക് വേണ്ട എന്നുള്ള രീതിക്കാണ് അളന്ന് താലൂക്കിൽ വന്ന് അളന്നിട്ട് കെട്ടിക്കോളാൻ പറഞ്ഞു. അവരെന്നെയാണ് പറഞ്ഞു, ഞങ്ങൾ ഇനി താലൂക്കുന്ന ആളിനെ കൊണ്ടുവരും. ആ ശരി, കുഴപ്പമില്ല, ഇനിയിപ്പോ അവരുടെ ഒരു സ്ഥലം ഞങ്ങൾ എടുത്തു എന്നുള്ളൊരു പേരുദോഷം ഞങ്ങൾക്ക് വേണ്ട, അവരത് കൃത്യമായി ചെയ്തോട്ടെ എന്നുള്ള രീതിക്ക് പറഞ്ഞു നിന്നിട്ടുള്ളൂ. അല്ലാതെ അവിടെ ഒരു സംഘർഷാവസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഭാഗത്ത്. ഒന്നും ഇതുവരെ അവരിനെ തെറി വിളിക്കും ഒന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും ഇല്ലാതാണ് സാറ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ അപമര്യാദയായി പെരുമാറിയത്. അല്ലല്ല, കുടുംബമൊന്നല്ല, അയൽവാസികൾ തന്നെയാണ് കുറെ കാലങ്ങളായിട്ട്. കയ്യില് ഇവിടെ പിടിച്ച് തിരിച്ചു, ഇവിടെ ചതവുണ്ട്, കൈന്റെ ഈ ഭാഗത്ത് നീരും ഉണ്ട്. ഇപ്പൊ ബാൻഡേജ് ഇടാൻ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ എക്സ്റേ എടുത്താണ് രാവിലെ. അച്ഛന്റെ മുമ്പിൽ നിന്നാണ് പിടിച്ച് ഉള്ളിക്ക് കൊണ്ടുപോയത്. എന്നിട്ട് അച്ഛൻ അത് നോക്കാൻ വന്നു. എന്തിനാണ് പരാതി പോലും ഇതുവരെ ഒരു സ്റ്റേഷനിൽ എന്റെ പേരിൽ പരാതി ഇല്ല, ഒരു കംപ്ലൈന്റും ഇല്ല. എന്നിട്ട് എന്തിനാ അവനെ പിടിച്ചിട്ട് പോയി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നതും വേറൊരു സാറ് വന്നിട്ട് അച്ഛനെ ദേഷ്യപ്പെട്ടിട്ട് നീ മാറി നിൽക്ക്, അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയി വേറൊരു സാർ. ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്, ഫസ്റ്റ് ടൈമാണ് വിളിപ്പിക്കുന്നത്. ആ സാറ് വന്നൊന്നും സ്ഥലം നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് പെരുമാറിയത്. വില്ലേജിൽ നിന്ന് ആദ്യം ഒരു സ്ത്രീ വന്നിട്ട് അളക്കാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇത് പറ്റില്ല, ഇത് പഞ്ചായത്ത് കൊടുക്കണം പറഞ്ഞു. എന്നിട്ട് അവർക്ക് അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് പോയി. പിന്നെ 2 പ്രാവശ്യം ഒരു ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനെ വന്ന് അളന്നിട്ട് ആള് പറഞ്ഞ് ഞങ്ങൾക്ക് 2 കൂട്ടർക്കും അത് ഓക്കെ ആയിരുന്നു. എന്നിട്ട് ആള് തിരിച്ചു പോയി. ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അവര് വന്നിട്ട് പറ്റില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങളുടെ സ്ഥലത്ത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ വന്ന ആൾക്ക് ഒരു വില പോലും അവൻ ആരാ അത് പറയാൻ നടക്കം ഞങ്ങളോട് ചോദിച്ചു. ആള് പറഞ്ഞ രീതിക്കാണ് ആ ശരി, ഇനി പ്രശ്നങ്ങൾ വേണ്ട, അതുപോലെ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. പക്ഷെ അവര് പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലത്ത് എങ്ങനെ കെട്ടാൻ പറയണം, അവൻ ആരാണെന്ന് പറഞ്ഞിട്ട് അളന്ന ആളിനെ അടക്കം അവര് അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, ആരും വന്ന് അളക്കണ്ട, ഇനി താലൂക്കിൽ നിന്ന് വന്ന് അളന്നിട്ട്
അവരവന്റെ കറക്റ്റായി കെട്ടിക്കോട്ടെ എന്നുള്ള രീതിക്കായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കെതിരെ എന്ത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ്? അവിടെ കെട്ടാൻ സമ്മതിക്കുന്നില്ല എന്നാണ് അത്ര ആകെ കംപ്ലൈന്റിന്റെ ഒരു 2-3 വരിയാണ് ആ സാറ് വായിച്ചിട്ടുള്ളൂ. അച്ഛന്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ അതിരിൽ കെട്ടാൻ സമ്മതിക്കുന്നില്ല, അതെന്താ സമ്മതിക്കാത്ത, അവരതിന്റെ മേലെ കെട്ടും, അതിനെതിരെ നിങ്ങൾ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കുന്നതാണ് അച്ഛനോട് പറഞ്ഞത്. പേരറിയില്ല, ആള് യൂണിഫോം ഉണ്ടായിരുന്നില്ല, നെയിം ബോർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല, പേരറിയില്ല. ഒരു റൈറ്ററിന്റെ അവിടെ ഇരുന്നിട്ട് ഒരു 4:30. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാ നിന്റെ പേരിൽ ഉണ്ട്, നിന്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. പോലീസിന് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ലല്ല, അതായത് നമ്മുടെ കാര്യം പറഞ്ഞു സാറേ, അവര് കെട്ടാൻ ഞങ്ങൾ ഒരിക്കലും അവർക്ക് എതിരല്ല, അവര് കെട്ടിക്കോട്ടെ, അത് പറയാനും കൂടി ആ സാറ് കേൾക്കാനുള്ള സാവകാശം പോലും ആ സാറ് ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. വേറെ ഒരു 2-3 പേരുണ്ടായിരുന്നു. അവരവിടെ നോക്കി നിന്നു. ഈ സാറാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അവര് വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ എന്നെ കൊണ്ടുപോയി അച്ഛൻ അത് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു സാറ് അച്ഛനെ പിടിച്ച് മാറ്റിയത്. നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഡിവൈഎസ്പി പറഞ്ഞത് അന്വേഷിക്കുക, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്, അതിനെ കുറിച്ച് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. റൂമിക്കല്ല, ഒരു കോറിഡോർ, അതിന്റെ അറ്റത്തൊരു റൂമുണ്ട്, അതിന് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ആ റൂമിന്റെ ഡോറിന്റെ അവിടെ നിർത്തി, അങ്ങനെ ചുമരിൽ ചേർത്ത് നിർത്തിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇല്ല, ക്യാമറ ഉണ്ടാവില്ല, ക്യാമറയിൽ നിന്ന് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചു, സാറേ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്, എന്റെ പേരിൽ നീ ആളോടൊന്നും പറയാനുള്ളത്, നമ്മൾ എന്ത് തെറ്റാ ചെയ്തെന്ന് ചോദിക്കാനും പോലും ഒരു അവകാശം ഇല്ലാണ്ടായി ഇരുന്നു ഇന്നലെ. അവസാനിച്ചത് അതെ, ഇയാള് ഭീഷണിപ്പെടുത്തി ഇനി ഉണ്ടാവില്ല, അവര് കെട്ടിക്കോട്ടെ, നിങ്ങൾ കെട്ടിക്കോളി, ഇനി അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് ഇറക്കി വിടുക ചെയ്തത്. ഇല്ല, സ്ഥലത്തിന്റെ വിഷയം ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഒരാളോടും. അതായത് അച്ഛന്റെ കൂടെ വേറെ ആരുമല്ല, വേറെ ഒരാളിനെ ഞങ്ങൾ കൂട്ടിയിട്ടും പോയിട്ടില്ല. അച്ഛനും മകനും എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പൊ ഒരാളോട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെയ്യാൻ പാടില്ലാത്താണ് അവർ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ എന്റെ പേരിൽ എന്തെങ്കിലും ഇതുവരെ പരാതിയോ, ഞാൻ എന്തെങ്കിലും ക്രിമിനൽ കേസിൽ എന്തെങ്കിലും വേണം, ഒന്നുമില്ല, ഒരു പരാതിയില്ല. എന്നിട്ടാണ് ആ പോലീസുകാർ എന്നോട് ഇങ്ങനെ പെരുമാറിയത്. എന്റെ പേര് ദിനു. ഇല്ലല്ല, ഒന്നുമില്ല, ഒരു സംഘർഷം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു കാരണം കാലങ്ങളായിട്ട് ഞങ്ങൾ അറിയുന്ന ആൾക്കാരുമായിരുന്നു. അതിന്റെ ഈ സാധാരണ പറഞ്ഞു നിർത്തിയിട്ടുള്ളതായിരുന്നു. അവരെന്തിനാ സ്റ്റേഷനിൽ പോയി, എന്തിനാ അങ്ങനെ ചെയ്ത് എന്ന് അറിയില്ല. ആ സാറിന് വ്യക്തിപരമായിട്ട് എന്നോട് ഒന്നുമില്ല, ഞങ്ങൾ ഒരു പ്രശ്നം ഇതുവരെ ആ സാറായിട്ടില്ല. പിന്നെ എന്തിനാ സാർ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് അറിയില്ല. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.